സീമോളെ, ഇന്ന് നിനക്ക് വേണ്ടി അമ്മ നല്ല ചൂടി എമ്മി എമ്മി ചപ്പാത്തിയുള്ള ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വാരിത്തരാം കേട്ടോ. മോളെ, ഏയ്, സീതമ്മയ്ക്ക് കൈക്ക് വയ്യല്ലോ, അതുകൊണ്ട് അവൾക്ക് വാരിത്തരാൻ പറ്റില്ല. പകരം ഞാൻ വാരിത്തരട്ടെ. എവിടെ നോക്കട്ടെ? ആ പറഞ്ഞേ. ആ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. സിഹി, അച്ഛൻ വാരിത്തരാന്ന് പറഞ്ഞില്ലേ മോളെ? നീ അത് കഴിക്ക് വാങ്ങി. താഴെ കളയല്ലേ മോളെ. സിഹി, അച്ഛൻ വാരിത്തരാന്ന് പറഞ്ഞില്ലേ നിന്നോട്? പറഞ്ഞ കേൾക്കില്ലല്ലോ, ഇപ്പൊ താഴെ വീണില്ലേ? എടാ, ആ ടിഷ്യൂ എടുത്തേ. ജാട കാണിക്കണ്ട. എന്റെ അച്ഛൻ നിന്നെ എത്ര സ്നേഹത്തോടെ കേറിയെന്ന് നിനക്കെന്താ അവര് പറയുന്നത് കേട്ടാല്? ശരി, ഞാൻ തന്നെ വാരിത്തരാം. അമ്മേ. സീത, നിനക്ക് കൈ വയ്യ, ഞാൻ കൊടുത്തോളാം. ഞാനുണ്ടല്ലോ ഇവിടെ. നീ ഇങ്ങി വാ മോളെ. മോളെ ആ കാണിച്ചേ. ആ നോക്കട്ടെ. ആ കാണിച്ചേ. ഗുഡ് ഗേൾ ആയിപ്പോൾ. നോക്ക്, എന്റെ അച്ഛനെ ഇപ്പൊ എത്ര സന്തോഷായെന്ന്. മിടിക്കുക നമ്മുടെ സുബി ഗുബി. സുബി ഗുബി അല്ല, വികൃതി സുബിയാ ഇവള്. അതെ. പതുക്കെ കഴിക്കട്ടോ. ഗുഡ് ഗേൾ. നോക്കട്ടെ. മിടിക്കുക എന്റെ മോള്. ഒരു മടിയില്ലാതെ മുഴുവനും കഴിച്ചു. ഞാൻ മിടുക്കിയാ. അതെനിക്കറിയാം. സീതമ്മ, നിങ്ങൾക്ക് കൈ വേദനിക്കുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വേഗം ശരിയാവുമല്ലോ അല്ലേ? സാറേ, നിങ്ങളെന്താ ഇവിടെ? നീ ഇപ്പൊ ഞങ്ങളുടെ കണ്ണുപിടിച്ച് നടപ്പല്ലേ, അതുകൊണ്ടാ നിന്നെ തിരഞ്ഞ്
ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എടോ സെർജി എടോ. ഓക്കെ സാർ. സാർ എന്താ സാറേ നോക്കുന്നേ? ഞാനിപ്പോ മോഷണം ചെയ്യാറില്ല, എല്ലാം നിർത്തിയതാ. എന്നെ വിശ്വസിക്കണം. പിള്ളേരെവിടെ? എല്ലാരും അവരുടെ ജോലിക്ക് പോയതാണ് സാറേ. ജോലി എന്ന് പറഞ്ഞ അത് മോഷ്ടിക്കാനല്ലേ? അയ്യോ അല്ല സാറേ, ഒരാള് മെക്കാനിക്കാ, ഗ്യാരേജ് അന്വേഷിച്ചോണ്ടിരിക്കുക. കാവേരി ടൈലറിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ട്, പിന്നെ ആ ചെറുത് സ്കൂളിലേക്കും പോകുന്നുണ്ട് സാർ. എന്താ സാറേ, ഇത് സത്യമാ. ഞാൻ മോഷണമൊക്കെ നിർത്തിയതാ. ആരോട് വേണേലും ചോദിച്ചോ സാറേ. എന്താ നീ അത്രയ്ക്കങ്ങ് നല്ലവനായോ? എന്റെ മുമ്പിലാണോ നീ അഭിനയിക്കുന്നത്? ഡാ, എവിടെടാ പിള്ളേര്? വീട്ടിലൊരു ചെറുത് കൂടി ഉണ്ടായിരുന്നല്ലോ, അവളെവിടെ? എടാ, നിന്നോടായി ചോദിക്കുന്നത്. വാ തുറന്നു പറയണ പന്നം. നീ ഇനി ആ കുട്ടി എന്തെങ്കിലും ചെയ്തോളാം. മര്യാദയ്ക്ക് സത്യം പറ. അയ്യോ ഇല്ല സാറേ. പിന്നെ ആ കുട്ടി എവിടെടാ? ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. അവളെ വളർത്താന്നും പറഞ്ഞൊരാൾ കൊണ്ടുപോയതാ. എന്താ അശോക് ഇതൊക്കെ? കുറച്ചു ദിവസം മുന്നേ വരെ സീത ഒരു പാവയും പിടിച്ച് സിഹി സിഹി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ. ഇപ്പൊ സുബിയാണെങ്കി ആ സിഹിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നു. സീത ഇപ്പൊ ലോഡ് ബെറ്റർ ആയിരിക്കുന്നു അല്ലേ? ലോട്ട് ബെറ്ററാ, കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ടുണ്ട്. സുബി കാരണം നമ്മുടെ റാം ഓക്കെ ആയല്ലോ, എനിക്ക് അത് മതി. അതൊക്കെ സത്യമാണ് അശോക്. പക്ഷെ റാമിന് ഒരു മകളുടെ സ്നേഹം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല മോളെ. സുബിക്ക് റാമിന് ഇഷ്ടമല്ല, എപ്പോഴും അവൻ്റെ അടുത്ത് നിന്നൊരു അകലം പാലിക്കും. റാമാണെങ്കിൽ സുബിയില് സിഹിയെ കാണാൻ ആഗ്രഹിക്കുന്നേ, പക്ഷെ സുബി അവനോട് അടുക്കുന്ന പോലുമില്ല. ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ ഒരു തന്നെ ടെൻഷൻ പോലെ. മേ ബി അവൾക്ക് റാമിനെ അക്സെപ്റ്റ് ചെയ്യാൻ സമയം വേണ്ടി വരും. എല്ലാം ശരിയാവുന്നാ തോന്നുന്നേ. മോളെ, നമ്മുടെ സുബി കംപ്ലീറ്റ്ലി സിഹിയായി കഴിഞ്ഞാൽ നമ്മുടെ റാമിന്റെ സീതയുടെ ലൈഫിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലേ? അതെ അശോക്, സുബിക്ക് വേറെ ആരാ ഉള്ളത്? സുബിയെ സിഹിയാക്കി റാമിന്റെ സീതയുടെ കൂടെ നിർത്താൻ പാകത്തിന് നമുക്ക് സെറ്റാക്കാം. ഡോണ്ട് വറി. കള്ളത്തരം പറയുന്നോടാ. ആരുടെ കൂടെ നീ അവളെ വിട്ടത്? അപ്പോ നീ അവളെ വിറ്റതാണല്ലേ? സത്യം പറയടാ. ഇല്ല സാറേ, ഞാൻ അവളെ വിറ്റതല്ല സാറേ. പിന്നല്ലാതെ ആരോ വളർത്താണെന്ന് പറഞ്ഞ? വളർത്തുമെന്ന് പറഞ്ഞത് സത്യമാ, പക്ഷെ ഞാൻ വിറ്റതല്ല സാറേ. അപ്പോ നീ അവരുടെ നിന്ന് പൈസ ഒന്നും വാങ്ങിയിട്ടില്ല അല്ലേ? പറയടാ. കുറച്ച് പൈസ ഞാൻ വാങ്ങിയിട്ടുണ്ട് സാറേ. എടാ പൊന്നെ കഴുകണ മോനെ. സാറേ, അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാ പറഞ്ഞേക്കോടെ ചെയ്യുന്നേ? എന്നെ കളിക്കണോടാ നീ? നോക്ക്, ആ കുട്ടി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ആരോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നീ അവളെ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഇല്ലെങ്കിലുണ്ടല്ലോ അഴി എണ്ണിക്കുന്നതിനെ ഞാൻ. ശരി സാറേ. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വരും. അപ്പോഴാ കുട്ടി ഇവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലായോടാ? സീത, സീത, ഒരു ജോലിയും ചെയ്യേണ്ട അടങ്ങിയിരിക്കാൻ പറയുന്നത് നിനക്ക് എന്താ മനസ്സിലാവാത്ത സീത? എന്തെങ്കിലും ഒരു ജോലി ചെയ്തോണ്ടിരിക്കണം അല്ലേ നിനക്ക്? നിങ്ങൾക്ക് ഇന്ന് ഓഫീസിൽ പോണായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങൾ പോയോ? അതൊക്കെ വിട്ടിട്ട് എന്റെ പുറകെ നടക്കൂലേ ഇങ്ങനെ? അപ്പൊ അതോ? ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോയിരുന്നെങ്കിൽ നിന്നെ കയറി ഞാൻ ആരെവിടെ ഉള്ളേ? അത് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ കെയർ ചെയ്യാൻ വേണ്ടി എനിക്ക് എന്താ പറ്റിയത്? കൈക്ക് വയ്യാതെ ഇരിക്കുവല്ലേ സീത? തട്ടിയതല്ലേ ഉള്ളൂ, പൊട്ടിയില്ലല്ലോ. രാവിലെ നീ എന്താ പറഞ്ഞേ? എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറ്റണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറ്റിയില്ലേ? അതുകൊണ്ടാ പറയുന്നത് ഒരിക്കലും നെഗറ്റീവായിട്ട് സംസാരിക്കരുതെന്ന്.
നീ നെഗറ്റീവായിട്ട് സംസാരിച്ചോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഭാഗ്യം കൊണ്ട് ചെറിയ പേർക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ എത്ര ടെൻഷനായിരുന്നോ. അടങ്ങിയിരിക്കും സീത. ഈ സിറ്റുവേഷൻ ചേരുന്ന പോലെ എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. ഏതാന്നോ? പാടിക്കേ. ആ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ആ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, ആ താളം നീയല്ലേ, ആ എന്നാത്മ സംഗീത ശില്പം നീയല്ലേ. ഇങ്ങനെയൊന്നും അല്ല മടക്കണ്ട റാം. മടക്കിയാ മതി സീത. ദാ ഇത് നോക്ക്. സീത കെയർഫുൾ. സീത പ്ലീസ്, ഇന്നൊരു ദിവസം നീ റിലാക്സ്ഡ് ആയിട്ട് ഒരു ജോലിയും ചെയ്യാതെ റാണിയെ പോലെ റെസ്റ്റ് ചെയ്യ്. നന്നായിട്ടൊന്ന് കിടന്നുറങ്ങ. ആ ഇപ്പൊ എന്താ, നീറ്റായിട്ട് മടക്കണം, അത്രയല്ലോ. നീറ്റായിട്ട് ലോണ്ട്രി ഫിനിഷിംഗ് ഞാൻ കാണിച്ചു തരാം. ഹാപ്പി? പെർഫെക്റ്റ്. ഈ രാമന്റെ കൂടെ ഈ സീതയുണ്ടെങ്കിൽ എപ്പോഴും പെർഫെക്റ്റ് തന്നെയാ. അയ്യോ കവിതയൊക്കെ വരുന്നുണ്ടല്ലോ. ഇങ്ങനെയല്ലേ? ആ ഒരു ഫോൾഡ് കൂടെ. കറക്റ്റ്. സൂപ്പർ റാം. എന്തു പറ്റി റാം? ഒരു സെക്കൻഡ് നിന്നോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. അപ്പോഴേക്കും ഒരു ഓഫീസ് മാനേജറുടെ കോഡ്. ശരി, അറ്റൻഡ് ചെയ്യേ. അറ്റൻഡ് ചെയ്യാം, പക്ഷെ പ്രോമിസ് മീ, നീ ഇന്നൊരു ജോലിയും ചെയ്യില്ലാന്ന്. പ്രോമിസ്? ശരി, പ്രോമിസ്. सागर जय कपीसति लोक उजागर रामदूत अतुलित बल धामा अंजनी पुत्र पवन सुत नामा महावीर विक्रम बजरंगी कुमति निवार सुमति के संगी. എനിക്ക് വേഗം പവർ തരുവോ? എനിക്ക് ആ ക്രിക്കറ്റുകളുടെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ട്. അവര് എന്റെ സീതമ്മയെ തള്ളിയിട്ടു. പിന്നെ ആ ബഡി ബംഗാരമ്മന്റെയും ഒരു പാഠം പഠിപ്പിക്കാനുണ്ട്. ഇന്ന് എന്ത് പറ്റി? നിന്നെ എവിടെയും കണ്ടില്ല. ഇന്ന് മുഴുവൻ ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് ഇവിടെ ഇരുന്നോ? എനിക്ക് വേഗം പവർ വരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ക്രിക്കറ്റുകളിന് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. അവര് ബാഡ് അങ്കിളായി മാറിക്കൊണ്ടിരിക്കുക. അവരെന്താ ചെയ്തേ നിനക്ക് അറിയില്ലേ? രാവിലെ അവര് കാർപ്പറ്റ് പൊക്കി നിന്നെ വീഴ്ത്താൻ നോക്കിയതാ. നിനക്ക് പകരം പാവം എന്റെ സീതമ്മ വീണു. ആണോ? അയ്യോ, ആ അങ്കിളിനും ആ ആന്റിയുടെ ബുദ്ധി കിട്ടിയോ? അല്ല, എന്തിനാ എല്ലാരും ഇങ്ങനെ ചെയ്യുന്നേ? ആളെ തള്ളിയിട്ടിട്ട് സംസാരിച്ച് സ്നേഹിക്കുമല്ലോ. അവരുടെ സ്വഭാവം അങ്ങനെയാ. കുറച്ച് നല്ലവരും കുറച്ച് ചീത്തവരുവാ. അവർക്ക് അവരുടെ ഭാര്യയുടെ അസുഖം പകർന്നതാ. ഇത് അവരാണ് ചെയ്തെങ്കിൽ അവർക്ക് ഞാനൊരു പാഠം പഠിപ്പിക്കും. എങ്ങനെ? നീ നോക്കിക്കോ ഈ സുബി എന്താ ചെയ്യാൻ പോണേന്ന്. ഫോൺ എടുക്ക രാമ, എന്താന്ന് ചോദിക്കേ. ഹലോ. ആ സാറേ, ഫോൺ എടുത്തോ? വീട്ടിലേക്ക് വരും സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് സാറിനെ കാണാനേ ഇല്ലല്ലോ. നിങ്ങൾ മുതലാളിമാരൊക്കെ ഇങ്ങനെയാണല്ലേ? പറയുന്ന വാക്കും ചെയ്യുന്ന കാര്യവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഓരോ ജന്മങ്ങള്. സ്വാമിയേട്ടാ, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നോക്ക്, കുടിച്ചിട്ട് ഓരോന്ന് പറയണ്ട, മര്യാദയ്ക്ക് സംസാരിക്കണം. ഡാ, നീ ഒന്ന് പോയടാ. വന്നിരിക്കുന്ന എന്റെ വായടപ്പിക്കാൻ. അല്ല, ഞാൻ എന്താ എന്റെ കൊച്ചുമോളെ നിനക്ക് വിറ്റതാണോ? ഞാനും എന്റെ കൊച്ചുമോളും തമ്മി ഒരു ബന്ധമില്ലാത്ത രീതിയിലാണല്ലോ നിന്റെ പെരുമാറ്റം. അതെന്താ? പണം വാങ്ങിച്ചതല്ലേ? ഹലോ, ഞാനതിന് നിന്നോട് സംസാരിച്ചില്ല. നീ എന്താ ശ്രീറാം ദേശായി ആണോ? ഫോൺ അവന് കൊടുക്കടാ. പറയട്ടാ. ചേട്ടനോ? അല്ല, നിന്റെ മര്യാദ മുഴുവൻ സംസാരത്തിൽ മാത്രമാണോ?
ഇത്രയും ദിവസമായിട്ട് അവളെ അവിടെ തന്നെ നിർത്തുന്നുണ്ടല്ലോ. നിനക്കൊന്ന് നാടാൻ തോന്നില്ലേ? നോക്ക്, നിങ്ങളൊന്ന് വീട്ടിലേക്ക് വന്നപ്പോഴേ ഞാൻ പറഞ്ഞത് കൊണ്ടുവരാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല, അതുകൊണ്ട് അവളെ ഞാൻ കൊണ്ടുവരാത്തതെന്ന്. അതല്ലട ചെറുക്ക, വീട്ടിലേക്ക് വന്ന എന്നെ പുറത്താക്കും. എന്റെ കൊച്ചുമോളെ കാണണമെന്ന് പറഞ്ഞ നീയൊക്കെ സമ്മതിക്കില്ലല്ലേ? ഞാൻ ഫോൺ ചെയ്യുമ്പോ എന്നെ ഭീഷണിപ്പെടുത്തുക. ഇതെന്ത് ന്യായമാണ് സാറേ? ഇനി ഞാൻ ഇറങ്ങി നിൽക്കില്ല. എനിക്ക് ഭ്രാന്ത് പിടിച്ചാ ഇപ്പൊ തന്നെ നിന്റെ വീടിന് മുമ്പിൽ വന്ന് ഞാൻ ന്യായം ചോദിക്കും. എന്താ കാണണോ? സ്വാമിയേട്ടാ, ദയവ് ദേഷ്യം പിടിക്കല്ലേ. നിങ്ങൾക്ക് സുബി ഒന്ന് കാണണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ അവളെ കൊണ്ടുവരാം. ആണോ? അതെപ്പോഴാ? എത്രയും വേഗം കൊണ്ടുവരാം. അതൊന്നും നടക്കില്ല. ഇപ്പൊ എനിക്ക് എന്റെ സുബിയെ വേണം. ഇതാ നോക്ക്, ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. വീക്കെൻഡിൽ ഞങ്ങൾ കൊണ്ടുവന്നോളാം. എന്റും സെന്റും ഒന്നും എനിക്കറിയില്ല. അതുവരെ കാത്തിരിക്കാനുള്ള മനസ്സും എനിക്കില്ല. നാളെ നേരം വിളിക്കുമ്പോ സുബി എന്റെ കൺമുമ്പിൽ ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. ഡോ, താനൊന്ന് പോടോ. ഞങ്ങൾ കേട്ട് നിൽക്കുന്നു പറഞ്ഞിട്ട് കുറെ നേരം ആയല്ലോ. നിന്റെ ഡിമാൻഡ് ഒന്നും സമ്മതിക്കാൻ പറ്റില്ല. ഡാ, ഒന്ന് പോയേ. വീക്കെൻഡിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. ഫോൺ വെക്കടോ. ಎಣ್ಣೆ ಬೇಕು ಅಣ್ಣ. ഹലോ അനിയ, സത്യ, നീ ഇല്ലാതെ കുടിക്കാൻ മനസ്സ് വരുന്നില്ലടാ. അതുകൊണ്ട് നിനക്കൊരു പെഗ്, എനിക്കൊരു പെഗ്. ചിയേഴ്സ്. ആ പാട്ടയപ്പാ. പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന എന്താ ഇപ്പൊ ഈ പാട്ടെന്റെ വായിൽ വരുന്നത്? അനിയ, ഞാനൊന്ന് കണ്ണടച്ചാൽ എന്റെ കൺമുന്നിൽ തെളിയുന്നത് ഭാർഗു. അവള് ഭാര്യയല്ല, ബാധയാ. ഓ വേണ്ട 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 വേണ്ട, അവളെങ്ങനെയും കേട്ടാലോ. ചേഴ്സ്. നീ ഇതുവരെ കുടിച്ചില്ലടാ, എന്നാ ഞാൻ കുടിച്ചേക്കാം. ആ ഇതിരിക്കട്ടെ. ആരാ? നിങ്ങൾക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? പറ്റില്ല, സോറി, ഇത്തിരി ബിസിയാ. പ്ലീസ് ഒന്ന് വാങ്ങ്, ഒരു കാര്യം കാണിച്ചു തരാനാ. ഏയ്, നിന്റെ ആ ഓഞ്ഞ ഡ്രോയിങ് ആണ് എനിക്ക് താല്പര്യമില്ല, വരില്ല. പ്ലീസ് അങ്കിൾ, ഡ്രോയിങ് അല്ല, വേറൊരു സാധനമാണ്. ബാ. വേറൊരു കാര്യോ? എന്താ അത്? ആ, ക്രിക്കറ്റായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാ. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യോ? അതിപ്പോ എന്താ, ഇന്ന് മാച്ച് ഒന്നും ഇല്ലല്ലോ. എന്താ കാര്യം? അതൊക്കെ പറയാം, നിങ്ങളൊന്ന് വാ. നടക്ക്. നിങ്ങൾക്ക് പണി വരുന്നുണ്ട് അങ്കിളെ. എടാ, ഇനി എന്താണ് ചെയ്യുക? ഈ സ്വാമിക്ക് സുബിയെ കാണുന്നതിലുപരി നമ്മുടെ അവളെ കൊണ്ടുപോകാനാ താല്പര്യം. അതെടാ, അയാളാള് ശരിയല്ല. അയാളെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അറിയില്ല. എടാ, അയാൾ പറഞ്ഞ പോലെ വീട്ടിലോട്ട് വന്നാലോ? അങ്ങനെയൊന്നും വരില്ല രാമ. ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെടാ, നീ പേടിക്കേണ്ട ആവശ്യമില്ല. എടാ, ഇനിയിപ്പോ സ്വാമി വന്ന് സുബിയെ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയാലോ? ഇല്ല സുഖ, സുബിയെ മിസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. സീതയ്ക്ക് സുബിയെ വേണം, എനിക്കും അവളെ വേണം. എടാ, നിനക്കോ? എനിക്കും വേണം രാമ. അസുഖ, സുബിയില ഞാനിപ്പോ സിഹിയെ കാണുന്നത്. എനിക്ക് എന്റെ സിഹിമോളെ നഷ്ടപ്പെട്ടതാ. ഇനി ഇവളെ കൂടെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. എടാ, നീ
നിന്റെ ഫ്രണ്ട് അല്ലേ? ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്യ അശോക. പ്ലീസ് ഡു സംതിങ് മാൻ. രാമ, നീ പേടിക്കല്ലേ? നീ ഇങ്ങോട്ട് നോക്ക്. സുബിയെ നമുക്ക് നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. സുബി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ആ സ്വാമിക്ക് ഇനിയും പൈസ വേണമെന്നാ തോന്നുന്നേ. പൈസ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയാ അയാൾ ഇങ്ങനെയൊക്കെ കളിക്കുന്നേ. എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ കാര്യാക്കണ്ട.